ഹലോ എവ്രി വൺ. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് നമ്മളുടെ ജീവിതത്തിനെ നമ്മൾക്ക് തന്നെ എങ്ങനെ മാറ്റിമറിക്കാം എന്നുള്ള ഒരു സബ്ജക്റ്റിനെ കുറിച്ചാണ്. ഇത് വളരെ കോമൺ ആയിട്ട് എല്ലായിടത്തും വീഡിയോസ് കാണുന്നൊരു സബ്ജക്റ്റാണ്. ഞാൻ കുറേ വർഷമായിട്ട് ഇതിനെ റെഗുലറായിട്ട് നെവിൽ ഗോഡാർഡ് എന്നൊക്കെ പറഞ്ഞ വളരെ വലിയ വിഷണറീസിനെ റെഗുലറായിട്ട് ഞാനിങ്ങനെ ഫോളോ ചെയ്തിട്ട് അവരുടെ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതും എൻ്റെ ലൈഫിൽ എനിക്കിത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് സക്സസ്ഫുൾ ആയതുമായ ഒരു മാഗ്നറ്റിക് പവറിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. നമ്മുടെ ആഗ്രഹങ്ങൾ നേടാനായിട്ട് പല വഴികളും തേടാറുണ്ടല്ലേ, പക്ഷെ നമുക്ക് ആർക്കും ക്ലിയർ ആയിട്ട് അറിയില്ല എന്ത് ചെയ്താലാണ് നമ്മുടെ ആഗ്രഹം പെട്ടെന്ന് നടക്കുക. അപ്പോൾ ശരിക്കും ഇന്ന് ഞാൻ പറഞ്ഞുതരാൻ പോകുന്ന ഒരു സീക്രട്ട് ഫോർമുലയാണ്. അതായത് ബിലീവ് ഇൻ മിറാക്കിൾസ്. നമ്മളുടെ ഉള്ളിൽ ഒരു മിറാക്കുലസ് ഫോഴ്സ് ഉണ്ടെന്നും ശക്തി ഉണ്ടെന്നും അതേ ഉപയോഗിച്ചിട്ട് നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് വേണ്ടുന്നത് എന്തും നമുക്ക് ഈസി ആയിട്ട് നേടിയെടുക്കാൻ പറ്റും. ഉദ്ദേശിക്കുന്ന ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എവിടെയാണ്, നമുക്കതിനെ എങ്ങനെ അതിൽ റീച്ച് ചെയ്യാൻ പറ്റും, നമ്മുടെ ആഗ്രഹങ്ങൾ എങ്ങനെ നേടാൻ പറ്റുമെന്ന് നമ്മൾ എപ്പോഴും ചിന്തിക്കാറുണ്ട്. അതിനെക്കുറിച്ച് നമ്മളിങ്ങനെ വണ്ടർ ചെയ്യാറുണ്ട്, ഹൗ വി ക്യാൻ മേക്ക് ഇറ്റ് പോസിബിൾ. ശരിക്കും പറഞ്ഞാൽ ഇത് പുറത്തെങ്ങും അന്വേഷിച്ച് നടക്കണ്ട, ഇത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിൽ ഇതിനുള്ളൊരു പവറുണ്ട്. എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് ചിന്തിക്കുകയും ഒരു പോസിറ്റീവ് മെൻറ്റാലിറ്റിയിൽ ഇരിക്കുകയും ചെയ്യുമ്പോൾ നമ്മളിൽ നിന്നൊരു പോസിറ്റീവ് വൈബ്രേഷൻ ഉണ്ടാകുന്നുണ്ട്. ഈ പോസിറ്റീവ് വൈബ്രേഷൻ യൂണിവേഴ്സിൽ പോയി യൂണിവേഴ്സുമായിട്ട് അലൈൻ ചെയ്യുന്നു. നമ്മൾ എത്ര കൂടുതൽ പോസിറ്റീവായിട്ട് ചിന്തിക്കുമോ അത്ര കൂടുതൽ പോസിറ്റീവ് കാര്യങ്ങളും പോസിറ്റീവ് ഓപ്പർച്യൂണിറ്റികളും പോസിറ്റീവ് ആൾക്കാരും പോസിറ്റീവ് തിങ്സും നമ്മളെ തേടി വരുന്നു. ശരിക്കും ഓപ്റ്റിമിസം തന്നെയാണ്, ശുഭാപ്തി വിശ്വാസം തന്നെയാണ് ജീവിതത്തിൻ്റെ ഒരു വഴി. നമ്മളത് ജീവിതത്തിൽ ഒരു ആസ് എ പ്രിൻസിപ്പിൾ അതിനെ അഡാപ്റ്റ് ചെയ്യാം. ഒരു പോസിറ്റീവ് മൈൻഡ് ആണെങ്കിൽ നമ്മളെപ്പോഴും സന്തോഷവും പോസിറ്റീവ് കാര്യങ്ങളും പോസിറ്റീവ് ആൾക്കാരെയും എല്ലാ അബണ്ടൻസിനെയും എല്ലാം അട്രാക്റ്റ് ചെയ്യും. നമ്മൾ കൂടുതൽ എന്തിനെക്കുറിച്ചാണോ ചിന്തിക്കുന്നത് അതായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. നമ്മളിപ്പോൾ അബണ്ടൻസിനെ കുറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ നോ ഡൗട്ട് യുവർ ലൈഫ് വുഡ് ബി അബണ്ടൻറ്റ് ഫോർ ഷുവർ. ശരിക്കും നമ്മൾ കൺസിസ്റ്റൻ്റായിട്ട് എന്താണോ തിങ്ക് ചെയ്യുന്നത് അത് നമ്മുടെ ജീവിതത്തിലേക്ക് വരും. നമ്മളെപ്പോഴും ഈ പവർ ഓഫ് തോട്ടിനെ വളരെ എന്താ പറയുക, നമുക്കതിനൊരു പവർ ഇല്ലയെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. നമ്മളതിനെ വളരെ നെഗ്ലിജിബിളായിട്ട് കാണുന്നൊരു കാര്യമാണ്. പക്ഷേ പവർ ഓഫ് തോട്ട് ഹാസ് എ ലോട്ട് ഓഫ് പവർ ഓൺ യു. നമുക്ക് ചുറ്റും നടക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളുമായിട്ട് വളരെ ഡിപ്പെൻഡൻ്റ് ആണ്. സോ ഇൻഫാക്റ്റ് വി ആർ ദ ക്രിയേറ്റർ ഓഫ് അവർ ഓൺ ഡെസ്റ്റിനി, അവർ ഓൺ ലൈഫ്. ചെയ്തു തുടങ്ങുമ്പോൾ നമ്മുടെ ലൈഫ് തന്നെ മാറി തുടങ്ങും. ഇതിലൊരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ യു ഹാവ് ടു ബിലീവ് ദാറ്റ് ഈ മിറക്കിൾസ് എല്ലാം പോസിബിൾ ആണെന്ന്. നമ്മൾക്ക് വിശ്വാസം ഉണ്ടെങ്കിലല്ലേ കാര്യങ്ങൾ നടക്കുള്ളൂ. അതിനാദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മനസ്സിലുള്ള ഡൗട്ട്സ് എല്ലാം മാറ്റുക. നമ്മൾക്ക് എന്ത് കാര്യം നമ്മൾ ചിന്തിക്കുമ്പോഴും നമ്മുടെ മൈൻഡ് രണ്ട് രീതിയിൽ ചിന്തിക്കും അല്ലേ. ഒരു സൈഡിൽ കൂടെ നമ്മളിത് ചെയ്യാമെന്ന് പറയുമ്പോൾ മറു സൈഡിൽ കൂടെ ചിലപ്പോൾ ഒരു ഫോഴ്സ് പുറകിലേക്ക് വലിക്കും. ഇത് ചെയ്യാൻ പറ്റുമോ, എന്നെക്കൊണ്ട് ഇത് പറ്റുമോ, ഒരു സംശയം. ആ ഡൗട്ട് വേണ്ട. ഈ കാര്യത്തിൽ കംപ്ലീറ്റ്ലി ഡൗട്ടിനെ എലിമിനേറ്റ് ചെയ്യുക. ഡൗട്ട് നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ മൈൻഡിൽ ഡൗട്ട്ഫുൾ തോട്ട്സ് ഉടലെടുക്കും. ആ സമയത്ത് വാട്ട് യു ഹാവ് ടു ഡു ഇസ് സ്നബ് ഇറ്റ്. ജസ്റ്റ് അതിനെ സൈലൻ്റ് ആക്കുക. അതിനെ മൈൻഡേ ചെയ്യണ്ട, അതിനൊരു ഇമ്പോർട്ടൻസേ കൊടുക്കണ്ട. അങ്ങനെ വരുമ്പോൾ ഡൗട്ട്ഫുൾ തോട്ട്സിന് ഒരു ശക്തി ഇല്ലാണ്ട് വരും. നമ്മൾ ആ ബിലീഫിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ആ മിറക്കിൾസ് മാനിഫെസ്റ്റ് ചെയ്യാനുള്ളൊരു വഴി നമ്മൾ തന്നെ ഉണ്ടാക്കും. എന്തോ ഔട്ട്സൈഡ് സർക്കംസ്റ്റൻസസിൽ ഒന്നും നമുക്ക് അനുകൂലമല്ലെങ്കിൽ പോലും നമ്മളിത് ബിലീവ് ചെയ്യാണ്. ഈ ഒരു ബിലീഫിൽ ഒരു ഫീലിങ്ങിൽ നമ്മൾ ജീവിക്കാൻ തുടങ്ങുകയാണെങ്കിൽ ദിവസം ഒരു രാവിലെ എണീച്ച് ഉണർന്ന ഉടനെ ഒരു 5 മിനിറ്റ്, ഉറങ്ങുന്നതിന് മുമ്പ് ഒരു 5 മിനിറ്റ്, ഈ 2 നേരം മാത്രം നമ്മളിതൊന്ന് ഫീൽ ചെയ്താൽ മതി. നമുക്കിതെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹിക്കുന്ന ലൈഫ് നമ്മൾ ലീഡ് ചെയ്യുവാണെങ്കിൽ നമ്മൾ എങ്ങനെ ആയിരിക്കും ജീവിക്കുക, നമ്മുടെ മൈൻഡിൽ അതെന്തായിരിക്കും, എന്ത് സന്തോഷമായിരിക്കും നമുക്ക് ഉണ്ടാവുക. ഇത് മാത്രം ചിന്തിച്ച് ആ ഫീലിംഗ് നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരാം. അങ്ങനെ നമ്മൾ ജീവിച്ചാൽ വി ക്യാൻ ആക്ച്വലി മാനിഫെസ്റ്റ് എനിത്തിങ് ഇൻ ദ വേൾഡ്. തന്നെ നമുക്ക് ഓരോരുത്തർക്കും ഇതൊന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കിയാലോ. നമ്മൾ ശരിക്കും നമ്മുടെ ലൈഫിൽ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് മൂവ് ചെയ്യാം. നമ്മളുടെ ഡെയിലി കാര്യങ്ങൾ വളരെ കോൺഫിഡൻസോടെ നമ്മൾ ജീവിക്കുക. നമ്മളൊരു കൺവിക്ഷനോടെ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു ഫീല്, ഞാൻ പറഞ്ഞ പോലെ രാവിലെയും വൈകിട്ടും രാത്രിയും നമ്മൾ അതൊന്ന് ഫീൽ ചെയ്യുക. അത് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം നമ്മൾ ആ മൊമെൻറ്റിൽ എങ്ങനെ ജീവിക്കുമോ ആ രീതിയിലൊന്ന് ജീവിച്ചു നോക്കൂ. നമ്മൾ വേൾഡിനെ നമുക്ക് വേണ്ടിയിട്ട് മാറ്റുന്ന ഒരു പ്രക്രിയ അല്ല. നമുക്ക് എന്താണോ വേണ്ടത് അതാണ് നമ്മൾ, ആ ഒരു തോട്ട് പ്രോസസ്സാണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. നമ്മൾ യൂണിവേഴ്സിലേക്ക് നമുക്ക് എന്താണോ വേണ്ടത് ആ ചിന്ത കൊണ്ട് നിറയ്ക്കുമ്പോൾ, ആ വൈബ്രേഷൻസ് ചെല്ലുമ്പോൾ നാച്ചുറലി നമുക്ക് എന്താണോ ഡിസേർവ് ചെയ്യുന്നത് അത് നമ്മളെ തേടി വരും. നമ്മളുടെ ഭയങ്ങൾ, ഫിയേഴ്സ്, ഇതൊക്കെ വളരെ നെഗ്ലിജിബിൾ കാര്യങ്ങളാണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ ഡോണ്ട് സെൻഡ് സിഗ്നൽസ് of your fear to the universe.
send signals of your faith, of your confidence, of your imagination to the universe.